ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. സ്വാദിഷ്ടമായൊരു മീൻകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ മീൻ കഴുകി വൃത്തിയാക്കി വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കിളിമീനാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കിളിമീൻ വാങ്ങിക്കുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നമുക്ക് മീനിൽ നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മീൻകറി വെക്കുവാണെങ്കിൽ കിളിമീനൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ ചില സമയത്ത് മിക്കവാറും ഉള്ള സമയത്തൊക്കെ ഒന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഇതുപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും മീൻ പൊടിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് മീനൊന്ന് പറക്കി വെച്ച് കൊടുക്കാം. മീനെല്ലാം ഒന്ന് പറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വശം നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി ഒന്നും മൊരിച്ചെടുക്കരുത്, കറി വെക്കേണ്ടതല്ലേ. അപ്പോൾ ഒരുവിധം ഒന്ന് മൊരിഞ്ഞ് കിട്ടുകയും വേണം, എന്നാൽ ഒത്തിരി മൊരിഞ്ഞ് പോകാനും പാടില്ല. ആ രീതിക്ക് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ മീനും വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വശം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മീൻ ഏകദേശം 2 വശവും നല്ലപോലെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീനൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിനായിട്ടൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്ക് ഒരു അരമുറി തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. ഒരുപാട് എരിയുള്ള മുളകാണെങ്കിൽ കുറച്ചിടുക കേട്ടോ. ഇത് എരിവ് അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും ചേർക്കുന്നത്. ഒരു 6 അല്ലി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 കറി ലീഫ് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിന്ന് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി കറി വയ്ക്കാനുള്ള മൺചട്ടിയിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും 1 പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 4 5 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മാങ്ങയ്ക്ക് വലിയ പുളിയില്ല കേട്ടോ. അപ്പോൾ മാങ്ങയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം രുചിക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ചട്ടി ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. ഈ കറി ഒരു 7-8 മിനിറ്റ് കൂടുതലെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ മീൻ ഉപ്പിട്ടാണ് വറുത്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ലപോലെ തിളച്ച് ചാറൊക്കെ ചെറിയ രീതിയിലൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിഴിപുളി അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മാങ്ങയ്ക്ക് പുളി കുറവായത് കൊണ്ടാണ് ഞാൻ പുളി ചേർത്തത്. മാങ്ങ നല്ല പുളിയുള്ളതാണ്, ഈ പുളിയുടെ ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ഒന്ന് കറി തിളച്ചതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ച് ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ കറി ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. ഒരുപാട് തീയൊന്നും കൂട്ടി വെക്കരുത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ചാറും കിട്ടും, കറിയെല്ലാം നല്ലപോലെ മീനിലൊക്കെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പം
ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ കറി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ നിറമെല്ലാം മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറിക്ക് നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. നമുക്ക് കറി വാങ്ങി വെച്ചതിന് ശേഷം ഒരു താളിപ്പ് കൂടെ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ താളിപ്പ് തയ്യാറാക്കാം. 1/2 ടീസ്പൂണ് കടുക്, 1/2 ടീസ്പൂണ് ഉലുവ, പച്ച ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 6-7 ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് വഴറ്റാം. എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഇത് താളിപ്പ് തയ്യാറാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, കരിഞ്ഞു പോരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറി ലീഫ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഒന്ന് വാടി നല്ലപോലെ വരുന്നുണ്ട് ഉള്ളിയൊക്കെ. ഈ സമയത്ത് നമുക്ക് ഒരല്പം കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വലിയ എരിവില്ല, എരിവുള്ളതാണെങ്കിൽ മുളക് പൊടി അതനുസരിച്ച് വേണം ചേർക്കാൻ. അപ്പോൾ ഇനി ഈ മുളക് പൊടിയുടെ എല്ലാം പച്ചമണം നല്ലപോലെ ഒന്ന് മാറി കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ പൊടിയുടെ പച്ചമണം എല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് നല്ല രസമാണെന്ന് നോക്കിയാൽ കാണാൻ, കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റായിട്ടോ. ഇനി ഈ താളിപ്പെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇതൊന്ന് അടച്ച് തന്നെ വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് കാണിക്കാം കറിയുടെ. കണ്ടോ, ഇപ്പോൾ നല്ല നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കിളിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. ഒട്ടും തന്നെ മീനൊന്നും പൊടിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ.